യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും ശ്രദ്ധയോടെ, ഗൗരവത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ, ഈ സമയം, ഈ കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തുണ്ടാകും. നമ്മൾ എത്ര നിസ്സാരരാണെന്ന് പറഞ്ഞാലും നമ്മളെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശക്തരായവരായി മാറും. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. പ്രാർത്ഥിക്കട്ടെ. ആദ്യം, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കാൻ പോകുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ, ഇവരുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. ഇന്നൊത്തിരി പ്രതീക്ഷയോടെയാണ് ഓരോ വചനവും കേൾക്കുന്നത്. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് എൻ്റെ കുടുംബവും ഞാനും അനുഗ്രഹിക്കപ്പെടണം. ഇന്നലത്തേതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഒരു പടി കൂടെ വളരാനും ഉയരാനും പറ്റണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി മാറണം. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ആരാകട്ടെ, ഈ വചനം കേൾക്കുന്നത് എവിടെയുള്ളവരുമാകട്ടെ, ഏത് ദേശക്കാരാകട്ടെ, ഏത് രാജ്യത്തിലാകട്ടെ, അടുത്തുള്ളവരാകട്ടെ, അകലെയാകട്ടെ, ദേശവാസികളാകട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സഹായം ഇന്ന് ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ സഹായം ഇന്ന് ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 6-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. ആദ്യത്തെ ആ ഭാഗം 6-ാമത്തെ വാക്യമുണ്ട്. മുറിച്ച ശാഖ പോലെ അത് ഉണങ്ങിപ്പോകുമെന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഉണങ്ങിപ്പോയവരെ, ഉണങ്ങിപ്പോയ ജീവിതം, ഉണങ്ങിപ്പോയ അവരുടെ പ്രതീക്ഷകൾ, ഉണങ്ങിപ്പോയ സ്വപ്നങ്ങൾ. ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ പറയുന്നൊരു വാക്കുണ്ട്, വിചാരിച്ചതുപോലെ അല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയി. ഉണങ്ങിപ്പോയ മനുഷ്യരുണ്ട്. ചിലർ പറയും, ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചാണ് ജീവിതത്തിലേക്ക് വന്നത്, പക്ഷേ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഉണങ്ങിപ്പോയ ജീവിത സാഹചര്യങ്ങൾ, ഉണങ്ങിപ്പോയ സാമ്പത്തികമുണ്ട്, ഉണങ്ങിപ്പോയ ബിസിനസ്സുണ്ട്, ഉണങ്ങിപ്പോയ സംരംഭമുണ്ട്, ഉണങ്ങിപ്പോയ ഭാവി ജീവിതമുണ്ട്. എപ്പോഴാണ് ഉണങ്ങിപ്പോകുന്നത്? വിശുദ്ധം പറയും, കഴിവ് കുറഞ്ഞത് കൊണ്ട് ഉണങ്ങിപ്പോയതാണോ? സൗന്ദര്യം കുറഞ്ഞത് കൊണ്ട് ഉണങ്ങിപ്പോകുമെന്നാണോ? പണം കുറഞ്ഞത് കൊണ്ട് ഉണങ്ങിപ്പോകുമെന്നാണോ? അങ്ങനെയൊന്നുമല്ല എഴുതിയിട്ടുള്ളത്. കഴിവ് കുറഞ്ഞത് കൊണ്ട് ഉണങ്ങിപ്പോയി, പണം കുറഞ്ഞത് കൊണ്ട് ഉണങ്ങിപ്പോയി, സമ്പത്ത് കുറഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി, അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ദൈവത്തിൽ ഒരാൾ വസിക്കാതിരുന്നാൽ അയാൾ ഉണങ്ങിപ്പോവും. ഒരു മനുഷ്യൻ ഉണങ്ങാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തോടും ചേർന്ന് നിൽക്കുക. ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ ജീവിതം, ശുശ്രൂഷ ജീവിതം, കുടുംബജീവിതം, ബിസിനസ് എന്തുമാകട്ടെ, അയാൾ ദൈവത്തോടും ദൈവവചനത്തോടുമാണോ, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെയാണോ നിൽക്കുന്നേ? ഉണങ്ങിപ്പോകില്ല. ഉണങ്ങിപ്പോയില്ല, അത് ചാരമാകത്തില്ല.
ആ പ്രതീക്ഷ നഷ്ടമാകില്ല. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തോടും ദൈവവചനത്തോടും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ തലമുറയോ ഉണങ്ങിപ്പോവുകയില്ല. ഉണങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളുടെ ഭാവി ജീവിതം ഉണങ്ങിപ്പോവുകയില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ഈ വചനം കേൾക്കുന്നവരുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ചില പ്രതിസന്ധികളുണ്ടോ? പ്രതിസന്ധികളുണ്ടാകുമായിരിക്കാം, പ്രയാസങ്ങളുണ്ടാകുമായിരിക്കാം, വെല്ലുവിളികളുണ്ടാകുമായിരിക്കാം. പക്ഷെ ഉണങ്ങിപ്പോകുകയില്ല. കാരണം നിങ്ങൾ നിൽക്കുന്നത് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ദൈവത്തോടും ദൈവവചനത്തോടും പറ്റിച്ചേർന്നാണ് നിൽക്കുന്നത്. ഉണങ്ങിപ്പോവുകയില്ല. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. നിനക്കൊരനർത്ഥവും വരികയില്ല. നിന്റെ ജീവിതം ഉണങ്ങിയ കമ്പ് പോലെ ആകില്ല, വിറക് പോലെ ആകില്ല. അത് പൂത്ത് തളിർക്കാൻ സാധ്യതയുള്ള ഒരനുഗ്രഹമുള്ള ഒരവസ്ഥയിൽ അത് വളരും, അത് ചേർന്ന് നിൽക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരുടെ ജീവിതമാണ് ഉണങ്ങിപ്പോയതായി നിങ്ങൾ കണ്ടത്? ആരുടെ സ്വപ്നങ്ങളാണ് ഉണങ്ങിപ്പോയത്? ആരുടെ പ്രതീക്ഷകളാണ് ഉണങ്ങിപ്പോയത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും. അല്ലാത്തതോ, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തതോ ഉണങ്ങിയ കമ്പ് പോലെ ആവും. അത് ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടവരാ. വലിയ പുള്ളികൾ, വലിയ ആളുകൾ, വലിയ ആളാണെന്ന് പറഞ്ഞവർ, അഹങ്കരിച്ചവർ, ദൈവത്തെ മറന്ന് ജീവിച്ചവർ ഉണങ്ങിപ്പോയി. വലിയ ആളുകളായിരുന്നു കുറച്ചു നാളത്തേക്ക്. പക്ഷെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണങ്ങി വിറക് പോലെയായി. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രതീക്ഷകൾ ഉണങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ ജീവിതം ഉണങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ പ്രതീക്ഷകൾ ഉണങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണങ്ങിപ്പോകാൻ പാടില്ല. ഈ ശുശ്രൂഷ ഉണങ്ങിപ്പോകാൻ പാടില്ല. ദൈവം തന്ന ആത്മീയ ജീവിതം ഉണങ്ങിപ്പോകാൻ പാടില്ല. എൻ്റെ ആത്മീയ ജീവിതം ഉണങ്ങിപ്പോകാൻ പാടില്ല. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉണങ്ങിപ്പോകാൻ പാടില്ല. പലതും ഉണങ്ങിപ്പോയി. ദൈവത്തോട് ബന്ധമില്ലാതായപ്പോഴാണ് ഉണങ്ങിപ്പോയത്. ഞാൻ ഈ വചനം വായിച്ചപ്പോഴേ വളമില്ലാത്തതുകൊണ്ടും വെള്ളമില്ലാത്തതുകൊണ്ടും ഉണങ്ങിപ്പോയി എന്നല്ല, കഴിവില്ലാത്തതുകൊണ്ടും സൗന്ദര്യമില്ലാത്തതുകൊണ്ടും ഉണങ്ങിപ്പോയി എന്നല്ല, ദൈവത്തോട് ബന്ധമില്ലാതെ വന്നപ്പോൾ ഉണങ്ങിപ്പോയിന്നാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശോഭയോടെ നിൽക്കുന്നവരുണ്ട്, ഇന്നൊന്നും അല്ലാതെ നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ പ്രാർത്ഥിച്ചേ, കർത്താവ്, ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ ഒരു തിന്മയും ഒരു അനർത്ഥവും എന്തു പ്രയാസം വന്നാലും എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ ഞാൻ കളയില്ല. എഴുതി വെച്ചോ, ഒരിക്കലും നിങ്ങളെന്ന വ്യക്തിയോ നിങ്ങളുടെ കുടുംബമോ ജീവിതമോ സാഹചര്യങ്ങളോ സ്വപ്നങ്ങളോ ഉണങ്ങിപ്പോവുകയില്ല. ഉണങ്ങിപ്പോവുകയില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ച്, കർത്താവ്, ഞങ്ങളുടെ വചനം കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉണങ്ങിപ്പോകാൻ സമ്മതിക്കരുത്. കർത്താവ്, ഞങ്ങളുടെ സ്വപ്നങ്ങളെ ജീവിതങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ആ ഇൻറ്റൻഷൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഇൻറ്റൻഷൻ, നിയോഗം. കർത്താവെ, ആ പ്രതീക്ഷകളെ സമർപ്പിക്കുന്നു, ആഗ്രഹത്തെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന, സഹോദരി സഹോദരന്മാരുടെ ചില പ്രാർത്ഥനകൾ. എൻ്റെ ചേട്ടൻ്റെ വിവാഹം നടന്നില്ലല്ലോ, എൻ്റെ ചേച്ചിയുടെ വിവാഹം നടന്നില്ലല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളുടെ വിവാഹം നടന്നില്ലല്ലോ. ദൈവമേ, അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാൻ പാടില്ല. അവരുടെ പ്രതീക്ഷകൾ ഫലമണിയണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം. എഴുതിയ കത്തിന് മറുപടി എന്ന പോലെ അതിന് മറുപടി ഞങ്ങൾക്ക് വേണം. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങളുടെ നാമത്തിൽ ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഡെയിലി ബ്ലെസ്സിങ്ങിൽ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിക്കുമ്പോൾ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ, ജീവിതങ്ങളെ, ശരീരത്തെ, അകത്തെ പുറത്തെ എല്ലാം സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ. ദൈവത്തോടുള്ള ബന്ധം മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ കുറച്ചുകൂടെ ഒട്ടിച്ചു ചേർക്കണമേ, കുറച്ചുകൂടെ അടുപ്പിക്കണമേ, കുറച്ചുകൂടെ ആഴമുള്ളതാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക. വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം ഉണങ്ങിപ്പോവുകയില്ല. ഒരു നിയോഗത്തോടെയാണ് ഈ മാസം വചനം കേൾക്കുന്നത്. നാളെ ഞായറാഴ്ചയാണ്. മുടങ്ങാതെ തിരക്കുള്ള ദിവസമാണ്. എനിക്കറിയാം, യാത്രയുണ്ട്, പ്രോഗ്രാമുകളുണ്ട്, പള്ളിയിൽ പോകണം, വേദപാഠമുണ്ട്, തിരക്കുണ്ട്, പല കാര്യങ്ങൾ. എങ്കിലും ഈ നാളത്തെ വചനം കേൾക്കാൻ മറന്നു പോകരുത്. ആ മുടങ്ങിപ്പോകാതെ എല്ലാ ദിവസവും വചനം കേൾക്കാൻ ഭാഗ്യവും അനുഗ്രഹവും ദൈവം തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും സ്നേഹത്തിനും ഒത്തിരി നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.